പിന്നെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. 2 വണ്ടി പോലീസുകാരൊക്കെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ. എന്താണെന്നൊരു പിടുത്തമില്ല ഇപ്പോഴും. കുറേ നേരം ഞാൻ നോക്കിയിരിക്കണം. അപ്പം നമ്മ ഇപ്പം നിൽക്കണ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീനഗറിൽ നിൽക്കണേ, കാശ്മീരിൽ. നമ്മ വന്നിട്ട് ടങ്മാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് പോകണം. ടങ്മാർഗും വായ കിട്ടില്ലേ പേര്, അതാണ് തുഗ്മാർഗ്. അങ്ങനത്തെ ഒരു സ്ഥലം. എന്നിട്ട് ആദ്യം നമ്മ ഇവിടുന്ന് പോകേണ്ടത് പരംപൂർ എന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഇവിടെ നോക്കിയിട്ടാണെങ്കിൽ ബസ്സൊന്നും കിട്ടണില്ല. കുറേ നേരമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പോകാനുള്ള ബസ്സും കാര്യങ്ങളൊന്നും കിട്ടണില്ല. നോക്കണം. ഇന്നിവിടെ ഇന്നലത്തിനേലും നല്ല തണുപ്പുണ്ട് കേട്ടോ. ചുണ്ടൊക്കെ കീറി പറഞ്ഞിരിക്കുന്നതാണ് തണുപ്പിൻ്റെ ആ ഒരു ഇതായിട്ട്. പിന്നെ മൊത്തം ഞാൻ വിചാരിച്ച് ഇന്നലെ ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായില്ല, ജാക്കറ്റ് ഇട്ടിട്ട് ഇറങ്ങിയത്. ഇപ്പോൾ നാട്ടുകാർ മൊത്തം നോക്കണമായിരുന്നു. വെയിലത്ത് വലിയ തണുപ്പുണ്ടായില്ല ഇന്നലെ. അപ്പം ഇന്നിപ്പോൾ കൊടുക്കത്തെ തണുപ്പ്. രാവിലെ 10 മണി കഴിഞ്ഞിട്ട് ഭയങ്കര നല്ല തണുപ്പുണ്ട് ഇന്നലെ. ഇന്നലെ വെയിലുണ്ടായിരുന്നു ഇവിടെ. വെയിലും ഇല്ല, മൊത്തം ഒരു മൂടിക്കെട്ടിയ അവസ്ഥയിലിരിക്കണ കേട്ടാ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അവസ്ഥ. ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഇങ്ങനെയൊക്കെ മാറി ഇരിക്കണ സ്ഥലം. ഇവിടെ പിന്നെ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇത് ഇങ്ങനെ എന്തെങ്കിലും വണ്ടിയൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. എപ്പോഴും നിരന്തരം എന്ന് വെച്ചാൽ നിരന്തരം പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഇതേപോലത്തെ വണ്ടി എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മഹീന്ദ്രയുടെ വണ്ടിയാണ്, എന്തോ മോഡൽ ഞാൻ മറന്നു. ഇന്നലെ ഞാൻ മോഡൽ നോക്കിയായിരുന്നു, ഞാൻ മറന്നു. ഇത് ഇവിടത്തെ ഒരു പള്ളിയാണ് കേട്ടോ. ഈ ജില്ലം റിവറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. നമ്മ ഇതിൽ വന്നപ്പോൾ ഇതുണ്ടോ, അവർ മറ്റേ നിസ്കരിക്കാനൊക്കെ ഇരുന്ന പായയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ അടിച്ച് തുടച്ച് മടക്കി വെക്കണം. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കെട്ടുകണക്കിന് കിടക്കണത് ഈ പായാണ് ഇവിടെ നിർത്താനുള്ള. രാവിലെ തന്നെ അടിച്ച് മടക്കി വൃത്തിയാക്കി സൂക്ഷിക്കാനാണ് അവർ ഈ കാണുന്നത്. പിന്നെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. 2 വണ്ടി പോലീസുകാരൊക്കെ വന്ന് നിൽപ്പുണ്ട് ഇവിടെ. എന്താണെന്നൊരു പിടുത്തമില്ല ഇപ്പോഴും. കുറേ നേരം ഞാൻ നോക്കിയിരിക്കണം. അവിടെ മറ്റേ റിബൺ കട്ട് ചെയ്ത് വെച്ചാൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓപ്പണിങ് ആയിരുന്നു. പിന്നെ അവിടെ വേറെ എന്തോ ഭയങ്കര വലിയ പ്രശ്നമാണ് നടക്കണേന്ന് മനസ്സിലായി. സമയം ഒരു 11 മണി ആയിക്കാണോ കേട്ടാ. ഇപ്പോഴും ഇവിടെ നേരം വെളുത്ത പോലെ ഇരിക്കണം. ആ ഒരു മൂടലും കാര്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് നേരം വെളുത്ത ഒരവസ്ഥയില്ല. ഇപ്പം അങ്ങനെ തന്നെ ഇപ്പോഴും നിൽക്കണം. തണുപ്പുണ്ട്, ചവറെത്തിക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ചൂട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ചെറിയ ബനിയാനൊക്കെ ഇട്ടുകൊണ്ട് ഈ തണുപ്പത്തൊക്കെ നടക്കും. വലിയ വിഷയമൊന്നുമില്ല. എനിക്കാണെങ്കിൽ പാൻറ് എൻ്റെ ചെറിയൊരു പാൻറ്റാണ്, ജീൻസ് ഞാൻ എടുത്തിട്ടില്ല. അത് കാരണം കാല് പെട്ടെന്ന് അങ്ങോട്ട് തണുത്തു. അപ്പോൾ തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ തീയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാണ്. പൂറല്ല, പരേപ്പൂർ എന്നാണ് പറയണ്ടത്. പരേപ്പൂർ ബസ് സ്റ്റാൻഡ്. ഇവിടെ ചോദിച്ചിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ കൊടുക്കണം, എന്നാലും ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. പരേപ്പൂർ ഒന്നാമതെ കാശ്മീരി ഭാഷയാണ് ഇവിടുത്തെ മെയിൻ സാധനം. നോക്കാം, ഇവിടെ നിന്ന് അങ്ങാട്ടേക്കാണ് പോകേണ്ടതെന്നാണ് പറഞ്ഞത്. ഞാൻ നേരെ തിരിച്ച് അങ്ങാട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വെച്ചത് ഇനി എന്തൊക്കെ കാണണമെന്നാവും, എപ്പോൾ എത്തുന്നൊന്നും ഒരു പിടുത്തമില്ല. നോക്കാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടുന്ന് ബസ് കിട്ടണല്ല. ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പുണ്ട്. നമുക്ക് ഉച്ചയ്ക്കണ്, സമയം ഉച്ചയ്ക്കണ്. അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇനി എപ്പോൾ എത്തുമെന്നുള്ളൊരു വണ്ടി കിട്ടോ ഇല്ലേ എന്നൊക്കെയുള്ളൊരു സാധനം ഉണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് ബസ് കിട്ടാത്തതെന്നൊരു പിടുത്തമില്ല. അങ്ങോട്ട് ജാവോ അങ്ങനെ കണ്ടൊക്കെയാണ് അവർ പറയണത് നമ്മുടെ അടുത്ത്.
ഈ മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല പൈസ കുറവിന് കിട്ടോട്ടാ. ഭയങ്കര ചീപ്പ് റേറ്റിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊന്നും കിട്ടും. നിങ്ങൾക്ക് എന്താണെങ്കിൽ മേടിച്ചിട്ടുണ്ടോ? അതങ്ങനെ കുറെ ആക്ക് തിരക്കായി. നല്ല തിരക്കായി കൂടി മാർക്കറ്റിൽ എപ്പോഴും. നമുക്ക് ബസ് കിട്ടുന്നതാണ് പ്രശ്നം. ബസ് സ്റ്റേഷൻസ് ഏതാണെന്ന് നമുക്കറിയാൻ പാടില്ല. പൂക്കളുടെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ വിത്ത്. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബസ് കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം ഞാൻ ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്ത് പോകണമെന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്. ഞാൻ ഇന്നലെ ഫ്രൂട്ട്സ് കട തപ്പി നടന്നു പോരെ, ഇങ്ങോട്ടുള്ള കാര്യം മറന്നുപോയി. പിന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ നടന്ന് തന്നെ അവിടെ എത്തുമെന്ന് തോന്നുന്നു. ഇതുവരെയായിട്ട് എനിക്ക് ബസ് കിട്ടിയിട്ടില്ല അങ്ങോട്ടേക്ക് പോകാനുള്ള. അവിടെ ഒരു ബസ് ചിലപ്പോൾ ഉണ്ടാകും. എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വേറെ വല്ല സ്ഥലത്ത് എത്തിയിട്ടുണ്ടാവും. ഇന്നലെ ഇഷ്ടംപോലെ സ്ഥലത്തോട്ട് ബസ് ഉണ്ടായിരുന്നു കേട്ടാ. ഇപ്പോൾ ഒരിടത്തോട്ടും ബസ് കിട്ടണല്ലോ ഇവിടെ നിന്ന്. വലിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വലിയ മാർക്കറ്റാണ്. ഇവിടെ ചീപ്പ് പ്രൈസിന് എന്ത് വേണമെങ്കിലും കിട്ടും. നല്ല വിലക്കുറവാണ് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയണത്. അപ്പൊ നമ്മ കയറിയ ബസ് മാറിപ്പോയായിരുന്നു. ഓ ഈ വഴി എയർപോർട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞ ഇങ്ങാട് ഗുൽമർഗ് പോണ വഴിയാണ്. നമ്മുടെ ചെറിയ ടാക്സി പോലത്തെ എടുത്തിട്ടുണ്ട് നോർമലായിട്ട് ഓർമ്മയിലാണ്. ഈ പറയുന്ന രണ്ട് സ്ഥലവും ചെറിയ വ്യത്യാസമുണ്ട് കേട്ടാ. ഈ ബസ് സ്റ്റേഷൻ എന്ന് പറയണത് ചെറിയ വ്യത്യാസമുണ്ട്. ഒരു മറ്റേന്ന് പറയണ ഒരു സ്റ്റോപ്പാണ്. ചെറിയ വ്യത്യാസമുള്ളു. നമ്മൾ പറയണ കൃത്യമില്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തും പോയി ഇറങ്ങും. അതേപോലത്തെ അവസ്ഥയാണ് ഇപ്പം ഇത് പുള്ളിക്കാരൻ നമ്മളെ ഏതോ ഒരു സ്ഥലത്തോട്ട് എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് വേണം നമുക്ക് ബസ് പിടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതാ കാണുന്നൊരു ബസ്സാണ്ടാ. ഇവിടുത്തെ ബസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ. ഭയങ്കര മിനി ബസ്. കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണ്ടായിരുന്നു നമ്മൾ. ഇതിപ്പോൾ ഒരു മെയിൻ ഹൈവേ പോലത്തെ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടെ ബസ് ഉണ്ടാവും എന്നാണ് പറയണത്. ചെറുതായിട്ടൊന്ന് പണിപാളി. നമ്മളിവിടെ വന്ന് ഇറങ്ങിയപ്പോഴേ ഇവിടെ ആർമിക്കാരുടെ വണ്ടി പോകണ്ടായിരുന്നു. അത് നമ്മൾ എടുത്തെന്ന് പറഞ്ഞ ആർമിക്കാർ പിടിച്ച് സീരാക്കി പിടിച്ച് മൊത്തം. എൻ്റെ പൊന്നെ, ഞാൻ വിചാരിച്ച് വെടി വെച്ച് കൊല്ലുന്നത്. ഇതെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ അപ്പോൾ അവർ പറഞ്ഞ ഈ ആർമിക്കാരുടെ ഇതൊന്നും എടുക്കരുത്, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്, അതെടുക്കരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി എടുത്താൽ പ്രശ്നമാണെന്നും കൂടി പറഞ്ഞു. പിന്നെ നമ്മൾ ഇങ്ങോട്ടുള്ള ബസ് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കണേണ്. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറേ നേരം. ഇവിടുത്തെ ബസ്സും കാര്യങ്ങളൊന്നും കിട്ടണില്ല. ബസ് ഭയങ്കരമായിട്ട് ലേറ്റ് ആകും. കാറിൽ പെട്ടെന്ന് പോകാമെന്നാണ് പറഞ്ഞത്. അത് കാറിൽ അത്രയും ദൂരം പോയിക്കാനാൽ ചിലപ്പോൾ പണിയാവും, ഷോകവും മൊത്തത്തിൽ. കാരണം ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണേണ് ഞാനിവിടെ.
വണ്ടി കിട്ടി നമുക്ക്. 50 രൂപയാണ് വണ്ടി ടങ്മർ വരെ പോണതിനുള്ള ചാർജ് വരണം. കാറിനാണെങ്കിൽ 100 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ 50 രൂപ. പിന്നെ ടങ്മറിൽ നിന്ന് ഗുൽമർഗിലേക്ക് വേറെ ബസ് വിളിക്കണം. റൈറ്റ് ഇഷ്ടംപോലെ പൂ, മഞ്ഞ കളറിൽ പൂ കാണാൻ പറ്റണ്ട ഉണ്ടോ? നല്ല ഭംഗിയില്ല കാണാനായിട്ട്. തിരക്കാണ് വണ്ടിയിൽ. ഇത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. ഇപ്പം അത്യാവശ്യം തിരക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കണത് ടങ്മർഗിലാണ് കേട്ടോ. അവിടെ നിങ്ങാട് വന്ന കാഴ്ചയല്ല ഇവിടെ വരുമ്പോൾ. മലയും ഇത് കണ്ട ഐസ് മലയൊക്കെ അടുത്ത് കാണാം. നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല രീതിക്ക് തണുപ്പുണ്ട് ഇവിടെ. പിന്നെ നമ്മൾ ടങ്മർഗ് എന്ന് പറയുന്ന സ്റ്റേഷൻ ഇതാണ് കേട്ടോ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബസ് ഇറങ്ങുന്നത്. ഇവിടെ നിന്ന് ഗുൽമർഗിലേക്കുള്ള ബസ് നമ്മൾ കയറണം. അവിടെ മറ്റേ ശ്രീനഗറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് 50 രൂപയാണ് ബസ് ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഗുൽമർഗിലേക്ക് പോകണം. നമുക്കിപ്പോൾ സമയം ചെറുതായിട്ട് വൈകിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ പോയി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ രാത്രിയാവും. അപ്പം എന്തായാലും ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടേക്കാം. എന്തായാലും ഗുൽമർഗിലേക്കുള്ള ബസ് കയറണം. ഇനി ആ ബസ്സിലാണെങ്കിൽ ഇഷ്ടം പോലെ സീറ്റ് ഇട്ടാ. അവിടെ ഇവിടെ ഇത്തിരി സ്ഥലം കിട്ടി അവിടെ വരെ മറ്റേ കുഷിയനടിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കണേണ്ടി ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്തോരാളെ കയറ്റാൻ പറ്റണം അത്ര ആളെ ഞാൻ കയറ്റുക എന്നുള്ള രീതിക്കാണ് അവിടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ എൻ്റെ ചുണ്ടൊക്കെ കണ്ട പൊട്ടി ഭയങ്കര സീനായിരുന്നു. തണുപ്പ് ഇവിടെ ഭയങ്കര തണുപ്പാണ്ട. ഈ തണുപ്പിനൊക്കെ എങ്ങനെ പ്രതിരോധിക്കുമെന്നൊരു പെടുത്തില്ല. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ മറ്റേ കബാബ് ടൈപ്പ് ഓഫ് സാധനങ്ങളാണ് ഇവിടെ. ഓണടി എന്ന് പറഞ്ഞാൽ പെരുത്തടിയാണ്. ഇനി ഇവിടെ നമുക്ക് ഗുൽമർഗിലേക്കുള്ള ബസ് നോക്കണം. ഗുൽമർഗിലേക്കുള്ള ബസ് കിട്ടാൻ നോക്കും. കാറിന് എന്തായാലും കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. ഇത് സ്വീറ്റാണ് എന്താണെന്ന് അറിയാൻ പാടില്ല. കിട്ടിയപ്പോ അങ്ങോട്ട് മേടിച്ചിട്ടാ. വണ്ടി ഒന്ന് കണ്ണ് വെട്ടിക്കഴിഞ്ഞാൽ അവർ ഇടിച്ച് തെറിപ്പിച്ച് എല്ലായിടത്തോട്ടൊക്കെ ഇടും. ബസ് പറഞ്ഞവിടെ കിടപ്പുണ്ട്. പോയിന്ന് ചോദിച്ചു നോക്കണം. ഗുൽമർഗ് ടങ്മർഗ് ഇത് ഗുൽമർഗ്. ഇതിപ്പോ സമയം എത്രയെന്ന് പറഞ്ഞാണ്ടല്ലോ കറക്റ്റായിട്ട് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. നോക്കണ്ട വരും. ഇനി തണുപ്പും കൂടി അവിടെ ചെല്ലുമ്പോൾ ഐസായിക്കോള്. എന്ത് ചെയ്യുമെന്ന് എനിക്ക് ഇവിടുത്തെ ഞാനാണെങ്കിൽ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. ഇതുണ്ടാ ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ തന്നെയാണ് ഇവിടെ നിന്നുള്ളത്. അധികം സമയങ്ങളെയല്ല നമുക്ക്. നെക്സ്റ്റ് വണ്ടി നേരെ ഗുൽമർഗ്. മെയിനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ തിരിച്ചു പോകാനുള്ള സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. അത് ഞാൻ എന്ത് ചെയ്യുന്നാവോ. രാത്രിയാവും എന്തായാലും, അത് ഉറപ്പാണ്. അതാണെന്ന് തോന്നണ്. റോൾസ് റോയ്സ് എൻ്റെ മോന് ഇതാണെന്ന് ചോദിച്ചോ കേട്ടാ. ബസ്സില്ലെന്നാണ് പറയണത് ഗുൽമർഗിലോട്ട്. ഇതേപോലത്തെ ചെറിയ കാറൊക്കെ എടുത്തിട്ട് വേണം പോവാൻ. നൈസായിട്ട് പെട്ടതായിട്ട് തോന്നണുണ്ട്. നോക്കാം.
ആ വ്യൂ കണ്ട ഇത്ര നേരം അതിൻ്റെ പുറകിലൊരു വലിയ മഞ്ഞുമല ഉണ്ടായിട്ടാ. ഇപ്പം ഇത് മറ്റേ തണുപ്പടിച്ചിട്ട് മൊത്തം കാണാത്ത രീതിക്കായി. പിന്നെ ഇവിടെ ചെറിയ മോസ്ക് പോലത്തെ സംഭവമുണ്ട്, ചെറിയ മോസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അമ്മിന് പോകണം ഗുൽമർഗാണ്. ഗുൽമർഗിലോട്ടിന് ഇവിടെ നിന്നൊരു ചെറിയ മിനി വാൻ എടുക്കണം. വാനല്ല, ഒരു കാറ് പോലത്തെ ഇത്. ഈ വഴിയും കയറാം, അപ്പുറത്തെ വഴിയും കയറാം. നമ്മൾ എന്തായാലും അതിലേക്ക് കയറി. കാരണം അവിടുന്ന് പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ ഇതുണ്ട്, പോകാൻ നിൽക്കണ വണ്ടി. അവിടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ടി കിട്ടും. ഇപ്പം ഏകദേശം 3 മണിയോളം ആയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയാൻ പാടില്ല. ഇവിടെ വെയിലില്ല. പിന്നെ വെയിൽ പോകുമെന്നുള്ള പേടി ഇവിടെ വേണ്ട. എന്തായാലും ഇതുവരെയായിട്ട് വെയിൽ വന്നിട്ടില്ല. ഇങ്ങനെ മൂടിക്കെട്ടി തന്നെ നിൽക്കണ സ്ഥലമാണ് ഇവിടെ. തണുപ്പ് രക്ഷയില്ലട്ടാ. എൻ്റെ കയ്യിൽ മറ്റേ ഗ്ലൗവും കാര്യങ്ങളൊന്നുമില്ല, ഒരു സാധനമില്ല. ഫാറ്റൊക്കെ നോർമലി മറ്റേ വീട്ടിലുള്ള ഫാൻ്റാണ്. വീട്ടിലെ തണുപ്പൻ അവൾ നാട്ടിലുള്ള തണുപ്പന്നെ അടിച്ച പണി കിട്ടണ ഫാൻ്റെ വെച്ചാണ് ഇത്ര നേരം നടന്നേക്കണത്. പിന്നെ അവിടെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ സ്ഥിതി മാറുമെന്നറിയാം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇട്ട് തന്നെ പോണത്. അറ്റം വരെ വന്നിട്ട് കാണാണ്ട് പോണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മാത്രം നോക്കാം. ഉണ്ട് ഇവിടെയും ഉണ്ട് ഇതേപോലത്തെ ഐറ്റംസ് ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു നമ്മ തിന്നാട്ടെ ഇപ്പോൾ ഒരു കായയുടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കണതിൻ്റെ ട്രീ ആണ്. അവിടെ വെള്ളപ്പൂ ഇട്ടിട്ട് മരത്തിലും മേല് മിക്ക സ്ഥലത്തും നിൽക്കണത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് നമ്മൾ തന്നെ വണ്ടി തപ്പിയിട്ട് ഗുൽമർഗ് കാണാൻ പോവാം. നമ്മ വന്ന വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയിലാണ് നമ്മ വന്നത്. തിരിച്ചു പോകുമ്പോൾ നല്ല വണ്ടി. ചെറിയ മഴ വീണ പോലെ തോന്നണുണ്ടിട്ട് എനിക്ക് ശരിക്കും സത്യമാണെന്ന് അറിയാൻ പാടില്ല. ഈ തണുപ്പത്ത് മഴയും കൂടി പെയ്ത പണി പാളും. മഴയാണ് കൈസ് പെട്ട്. വണ്ടി വന്ന് തട്ടി. ബ്ലഡി ഫുൾ തന്നെ വന്ന് തട്ടി. പക്ഷെ ഇവിടെ ഇങ്ങനെ ആയിരിക്കുള്ളൂ. എന്ത് ചെയ്യാൻ ഒന്നും പറയാൻ പറ്റില്ല. നോക്കട്ടെ, ഞാൻ വണ്ടി ഏതെങ്കിലും കിട്ടാൻ നോക്കട്ടെ. അങ്ങനെ നമ്മുടെ ലക്ഷ്യം നമ്മ കണ്ട്. നമ്മ മഞ്ഞ് കണ്ടിട്ടാ. മഞ്ഞ് കണ്ട നോക്കി. മഞ്ഞുമല, വലിയ മഞ്ഞുമല. പക്ഷെ ഫ്രഷ് മഞ്ഞൊന്നുമില്ല കേട്ടോ. ചെറിയ മഴയുണ്ട് ഇവിടെ. ഫ്രഷ് മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല. എന്താന്ന് വെച്ചാൽ ഏപ്രിൽ ആയതുകൊണ്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ട് ചോകല്ല. ഇവിടെ ഇഷ്ടം പോലെ വരും മറ്റേ സ്കേറ്റിംഗ് പോലത്തെ സാധനം ചെയ്യാൻ വേണ്ടി വന്നാണ് കേട്ടാ. ഇവിടുത്തെ ഐ ലവ് ഗുൽമർഗ് എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആ വിഷയമായിപ്പോയി. ഒന്നാമത് തണുപ്പുണ്ട്, നല്ല രീതിക്ക് തണുപ്പുണ്ട് ഇവിടെ. ഇതാണ് ഈ പറയുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഗുൽമർഗ് സ്റ്റാൻഡ്. വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണ സ്ഥലം ഉണ്ടാ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മേളിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ ഉരുകി സാധാരണ നോർമലി മല പോലെ ആയിട്ടുണ്ട് ഇവിടെ. ഞാൻ വാള് വെക്കും എന്നുള്ള കറക്റ്റ് സമയത്തിന് കൊണ്ടുവന്ന് പുള്ളി വണ്ടി സ്റ്റോപ്പ് ചെയ്ത് തന്നു. അവിടെ കുറേ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് മൊത്തം ടൂറിസ്റ്റ് വന്നിറങ്ങിയിട്ട്. പിന്നെ ആ അടിയിലോട്ടൊക്കെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് മഞ്ഞൊന്ന് തൊടണം, അത്രേ ഉള്ളൂ നമുക്ക്. ഇത് ആ വഴിയാന്ന് തോന്നിട്ട് ഇറങ്ങണം. എന്തായാലും നമുക്ക് അതിൽ അങ്ങോട്ട് പോയി നോക്കാം. ഇത് മെയിൻ ഫുഡ് സ്ട്രീറ്റാണ് ഇവിടുത്തെ. ഇഷ്ടംപോലെ ഈ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ആറ്റം വരെ ഉണ്ട് കേട്ടാ. ഇരുന്ന് മൊത്ത് വെച്ച് നിന്നണോ? തണുക്കാത്ത വല്ല സാധനമാണോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ശ്രീനഗറിൽ നിൽക്കുമ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലത്തെ ഒരു വൈറ്റ് കളറുള്ള സാധനം മുഖത്തിങ്ങനെ തേച്ചിട്ട് പോണാണ്. ഞാനുള്ള തുണി വെച്ച് മൊത്തം എൻ്റെ മുഖവും കാര്യങ്ങളൊക്കെ മൂടി വെച്ചാണ് കേട്ടാ. ഇനി വല്ല പനിയും കാര്യങ്ങളൊക്കെ ഇത്ര തണുപ്പടിച്ചിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഒറ്റക്കായതുകൊണ്ട് പിന്നെയും ഇവിടെ തങ്ങിക്കിടക്കേണ്ട അവസ്ഥയാവും. പ്ലഗ് ആവും. പക്ഷെ നമുക്ക് ഡൽഹിയിൽ വെച്ചിട്ട് പണിയൊന്നും ഓർമ്മ ഉണ്ടല്ലോ. അതിൻ്റെ ഒരു ഇത് കാരണം ഇനിയും പണി മേടിക്കണ്ടല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ്.
പക്ഷെ ഒരു ഗ്ലൗവും കൂടി വേണമായിരുന്നു. ഗ്ലൗ ഇല്ല എന്ന് വെച്ചാൽ കഴിച്ച് ചെറുതായിട്ട് മരവിച്ച് തന്നെയുണ്ട്. ഒരു 2-3 മിനിറ്റ് പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മരവിച്ചു പോയി. ഞാൻ എങ്ങോട്ടാണ് പോണേന്നൊന്നും വലിയ പിടുത്തില്ല കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലേ കുറെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ക്ലോത്ത് അങ്ങനെയുള്ള ഇപ്പം ഇവിടെ ആവശ്യമുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങൾ. ഗൈസ് ഇതും സ്നോയാണ് കേട്ടോ. ഇത് നമ്മുടെ മീൻ മേടിക്കാൻ പറ്റുന്ന കറയിലിരിക്കണ ഐസ് പോലെ ഇരിക്കണ് കണ്ടാ. ഞാൻ മഞ്ഞിത്തട്ടെ വീട്ടിലിരുന്നോട്ടാ. ഒക്കെ വീട്ടിലിരുന്നോ. കാണ് തണുക്കണ്. ഷൂ അല്ലല്ലോ, അത് മറന്നുപോയി. ഷൂ ഇടാണ്ട് ഇതിലിറങ്ങി തന്നെ നല്ല പണി കിട്ടോട്ടെ ചിലപ്പോ. പിന്നെ നമുക്ക് വേറെ വഴിയില്ല, നമ്മുടെ ഷൂ പോയി കിടക്കാണ്. ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. ഞാൻ കണ്ണാണ് ഇവിടുത്തെ ഗുൽമർഗ് പോലീസ് സ്റ്റേഷൻ. ഇത് കണ്ടോ. എല്ലായിടത്തും ഐസ് വീണിട്ട് സീസൺ ആയിരുന്നെങ്കിൽ റോഡ് മൊത്തം ഐസായിട്ട് ഇറങ്ങാൻ ഇങ്ങനെ ഒരു സ്ഥലമേ ഉണ്ടാവില്ല ഇവിടെ. ഈ കാണുന്ന ദൂരത്ത് കാണുന്ന ആ മലയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് മൊത്തം ഐസായിട്ട് ഇറങ്ങാൻ. ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള വഴി ഏതാന്ന് നോക്കട്ടെ കേട്ടാ. ഇതിലിറങ്ങാൻ പറ്റിയാൽ നമുക്ക് ഇതിലേ പോവാ, അല്ലെങ്കിൽ അപ്പുറത്ത് വഴി ഇറങ്ങി ചുറ്റി. തണുക്കണം. മഞ്ഞ് കൂടിക്കിടക്കുന്ന അടുത്തോട്ട് ചെല്ലും തോറും ചെറുതായിട്ട് തണുപ്പ് കൂടി വരുന്നുണ്ട്. നമുക്കത് ആ സൈഡിലോട്ട് പോട്ടെ. അവിടെയാണ് കൂടുതൽ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് പറ്റണത്. അങ്ങോട്ട് എങ്ങനെയാണ് പോണേന്ന് നോക്കിയിട്ട് ഒരു വഴിയും കിട്ടണില്ല. ഇതിലേ പോകാൻ പറ്റുമോ നോക്കാം. ഈ കിടക്കണൊക്കെ മൊത്തം മഞ്ഞാട്ടാ. എൻ്റെ പൊന്നി ജസ്റ്റ് ചവിട്ടുള്ളൂ. ഇപ്പം തന്നെ ചെരുപ്പ് മൊത്തം ഐസായിട്ടുണ്ട്. ഇവർക്കട ഇവിടുത്തെ മെയിൻ ഐറ്റങ്ങളാണിത്. മഞ്ഞിൽ സ്കേറ്റ് ചെയ്യണ ഒരു ടൈപ്പ് ഓഫ് മരത്തിൻ്റെ സാധനമില്ലേ, അതാണ് ഈ കാണുന്നത്. ഡാർക്ക്. നമ്മൾ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു. ഇതിലേ പോകാൻ തോന്നുന്നുണ്ട് അങ്ങോട്ടേക്ക്. ഇത് അവിടെയാണ് ഗൈസ് ഇതുണ്ടായിരുന്നത്. ഇവിടെ കൂടെ ഇറങ്ങിയുള്ള കാര്യം തീരോ. സക്സസ്ഫുള്ളി പണി കിട്ടി. 2 കഷ്ണം മഞ്ഞ് സോക്സിൻ്റെ ഉള്ളിൽ പോയി. അയ്യോ, അപ്പം തന്നെ കളഞ്ഞില്ലെങ്കിൽ പണിയാവും. പരമാവധി നമ്മൾ കാല് നനക്കാണ്ട് ഇരിക്കാൻ നോക്കണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള സാമഗ്രികളില്ല. അതേപോലത്തെ ഷൂ ഇടണം ഇവിടെ നടക്കണമെങ്കിൽ. നമുക്ക് ആ ഷൂ ഇല്ല. എൻ്റെ പൊന്നു കഴിച്ച് ഞാനവിടെ കുണ്ടി കുത്തി വീട്. മെയിൻ പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ കൂടി നടക്കാൻ പറ്റൂല. കണ്ടാ ഇങ്ങനെ ഈ ചപ്പലിട്ടുകൊണ്ടാണ് ഞാൻ വന്നേക്കണം. അപ്പോൾ അത് കാരണം അധികം ഇതിനകത്ത് കൂടി നടക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ തണുപ്പടിച്ച് സീനാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഐസ് 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 ഒറിജിനൽ. സർജി നോ നോ ഏയ് ഇതേപോലത്തെ പെടാ ടീംസാണ്. സ്കേറ്റിങ് ചെയ്യണമെങ്കിൽ അവർ കൊണ്ടുപോകട്ടാ. അപ്പോഴേ നമുക്ക് നമ്മളിതെടുക്കണം കേട്ടാ. വേറെ ടൈം ഒന്ന് പൊളിക്കാനായിക്കോളൂ. അറ്റത്ത് കാണുന്ന നോക്കിയേ, മല കാണാൻ പറ്റണണ്ടാ. അവിടെയൊക്കെ കട്ട
കട്ടമഞ്ഞെന്ന് വെച്ചാൽ കട്ടമഞ്ഞാണ്. എന്നാലും ശരിക്കേ നല്ല സന്തോഷമുണ്ട് ഗൈസ്. നല്ല സന്തോഷം എന്ന് വെച്ചാൽ നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ആ മഞ്ഞ് കാണണം എന്നുള്ളൊരു ആഗ്രഹം സാധിച്ചല്ല. ഇവിടെ ഇഷ്ടം പോലെ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീസണിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ള് മഞ്ഞായിരിക്കുള്ളൂ. ഇത് ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് മഞ്ഞായിരിക്കുള്ളൂ. നമ്മൾ ഈ സമയത്ത് വന്ന കാരണമാണ് ഇത്രയും ഭാഗത്ത് മാത്രം മഞ്ഞുള്ളത്. ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേറെ വൈബാണ് കേട്ടോ. ഈ സ്ഥലത്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വേറെ വൈബാണ്. നമ്മുടെ ചുറ്റിനും മഞ്ഞും ഇത് നോക്കിയേ, 200 റുപ്യാണ് ആ സാധനത്തിൽ ഇങ്ങനെ ഇറങ്ങി വരണേന്. കണ്ടാ ആ സാധനത്തിൽ ഇങ്ങനെ ഇറങ്ങി അവിടെ നിന്ന് ഇവിടം വരെ വരണേന് 200 രൂപ. 200 രൂപക്ക് നമുക്ക് ആ സാധനം ചെയ്യാട്ടാ. മലയെന്നൊക്കെ മൊത്തം മഞ്ഞ് ഇടിഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ട് തുള്ളിയായിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതവിടെ ആറ്റത് തകർത്ത് റീലെടുക്കൽ നടന്നോണ്ടിരിക്കുന്നത്. ഇവരെ കൊണ്ട് വേടാണ്ടാ ഒരു രക്ഷയില്ല. ഇവരെ കൊണ്ട് എന്തെങ്കിലും കൊടുത്താൽ മതി. ഇരുന്നിട്ട് ഒരു 50 രൂപ ഫോട്ടോ എടുത്ത് കൊടുത്താൽ മതി. ഫോട്ടോ എടുത്തോ 50 രൂപ തന്നാൽ മതി. ഫോട്ടോ 30 രൂപക്കെങ്കിലും. എന്നിട്ട് ഞാൻ എടുത്തില്ല. ഇതാണ് അതിൻ്റെ സെൻറ്ററിലുള്ള മലയാളം തോന്നിട്ട്. ഇത് ഇവിടുത്തെ അവിടെ നിന്നാണ് മെയിനായിട്ട് റൈഡും കാര്യങ്ങളൊക്കെ വന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മഞ്ഞൊക്കെ മൊത്തം പോവുമായിരിക്കും. എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. ആ മേൽഭാഗത്തോട്ട് നിങ്ങൾക്ക് കാണണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടാ. അവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അവിടെ ലൈറ്റായിട്ടേ കാണുള്ളൂ. പക്ഷേ ഫുള്ള് മഞ്ഞിൻ്റെ മല മാത്രം. നമ്മൾ ഈ റൈഡൊക്കെ എടുക്കണമെങ്കിൽ ഇതിൻ്റെ സീസൺ ടൈമിൽ വന്ന് എടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുള്ളൂ. എന്നാലും ഞാൻ അവിടെ കുണ്ടിയും കുത്തി വീണെന്ന് പണ്ടാറം പിടിക്കാനിട്ട്. ഞാൻ വലിയ കാര്യത്തിന് ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയതാണ് ഇതിലോട്ട്. പ്രതീക്ഷിക്കാത്തതായിപ്പോയി. ഒറ്റ വീഴ്ച. ഇനി ഈ സാധനത്തിൽ കൂടി തെന്നാണ്ട് നമ്മൾ അവിടെ എത്തുകയും ചെയ്യണം. അതാണ് വേറെ ടാസ്ക് ഉള്ളത്. പയ്യെ നടന്നു നോക്കാം. പരമാവധി ഇങ്ങാട് വരുന്നവരൊക്കെ ഷൂവും കാര്യങ്ങളൊക്കെ ഇടാൻ നോക്കുക. ഇപ്പം ഇങ്ങനെ പൂണ്ട് പോണ ടൈപ്പ് ഓഫ് മഞ്ഞ് ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം. അപ്പോൾ ഷൂ ഇട്ടുകൊണ്ട് വരാൻ നോക്കുക പരമാവധി. നമ്മുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഗുൽമർഗിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയുടെ ഞാൻ വീണ വഴി കൂടി തന്നെയാണ് തോന്നുന്നത്. ഞാൻ കയറിച്ചല്ല. ഓ മൈ ഗോഡ്, ടു സ്ലിപ്പറി. മഞ്ഞ് കാണുക എന്നുള്ള ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വരണുണ്ട് കേട്ടോ. വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. സീസൺ അല്ലെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു പട്ടിനെ നോക്കി കടിക്കുമെന്ന് അറിയാൻ പോലെ. എന്നാലും ഞാൻ കാണിച്ചു തരാട്ടാ. ഇതുണ്ടാ എന്തൊരു പോകണം നോക്കി. നല്ല രീതിക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള രോമങ്ങളും കാര്യങ്ങളും ആ പട്ടിക്കൊക്കെ ഇപ്പോഴേ വന്നുണ്ട്. ഈ തണുത്ത പിന്നെ രണ്ടാമത്തെ കാര്യം കാക്കയാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ പരുന്തില്ലേ, പരുന്തിൻ്റെ സൈസ് ഉണ്ട് ഇവിടുത്തെ കാക്ക. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞാൽ കണ്ടത് ഇങ്ങോട്ട് വന്ന വഴിക്ക്
വണ്ടി നിർത്തി കൊടുത്ത് മേളിലിരിപ്പുണ്ടായിരുന്നു. പേടിച്ചോ എന്ത് സാധനമാണെന്ന് വിചാരിച്ചു. എന്നാൽ അത്ര സൈസാണ് ഈ കാക്ക. കാക്കകൾക്കും പല വ്യത്യാസമാണ്. പേടിച്ചോടി കളഞ്ഞേട്ടാ പാപം. ഒരു 5 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല കോട വന്നിട്ട് മൊത്തം നിറഞ്ഞിട്ടാ. കോട വന്ന് ഇവിടെ നിറഞ്ഞ് ഒരു നിസാര ദൂരം കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. മഴയുമുണ്ട് ചെറുതായിട്ട്. മഴയത്ത് ഇവിടെ നിന്നാൽ ശരിയാവില്ല, നമ്മുടെ പാൻറ് ശോകമാണ്. മഴ പെയ്ത ഐസ് കൂടുന്നാവൂ. വെള്ളം വരണല്ലേ, എന്തൊക്കെ ഡൗട്ടാണല്ലേ. അപ്പം നമ്മപ്പം അങ്ങനെ പയ്യെ വണ്ടിയുള്ള സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഈ റൈഡൊക്കെ കണ്ടിട്ട് ഇവിടെ എത്രയെന്തെന്നറിയാൻ പാടില്ല. ചോദിച്ചില്ല. മറ്റേ 2 എണ്ണത്തിൻ്റെ നമ്മൾ ചോദിച്ചായിരുന്നു. ബൈക്കില്ല. ഇറങ്ങാൻ ഇവിടെ നിന്ന് വണ്ടി കിട്ടിയേട്ടാ. കിട്ടിയ വണ്ടി ചാടി കയറി. ചെറുതായിട്ട് മഴയും പെയ്തു തുടങ്ങിയിട്ട് മഴയും കാര്യങ്ങളൊന്നും അറിഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മ ഫോണിൽ വണ്ടികളെല്ലാം ഇവിടെ നിന്ന് സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഡ്രൈവർ. നമ്മ നേരത്തെ വന്നിടത്തോട്ട് തിരിച്ചു പോകണ ടങ്ങറിലേക്ക് തിരിച്ചു പോകണം. നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പിച്ച് ജസ്റ്റ് കൂടിയിട്ടുണ്ട്. പടയൊന്നും പറഞ്ഞ് കൂടി വിടാം. ബസ്സപ്പോൾ വരുമെന്ന് നമുക്കറിയാൻ പാടില്ല. ഇനി അന്വേഷിക്കണം ബസ്സപ്പോൾ വരും. കാറുകാരോട് ചോദിച്ചാൽ ബസ്സിൻ്റെ കാര്യമൊന്നും അവർ പറയൂല. ബസ്സില്ലെന്ന് പറയുള്ളൂ. അതാണ് കാറുകാരോട് ചോദിക്കാത്തത്. ഇവിടെ ഒരു ചെറിയ പാർക്കും കാര്യങ്ങൾക്കും പിള്ളേർക്കൊക്കെ വേണ്ടി കളിക്കാനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ ടൈം കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ഷെയർ ടാക്സി എടുത്ത് അവിടം വരെ. പിന്നെ ഇതിനകത്ത് ആളെ നടക്കണം. ശ്രീനഗർ വണ്ടിയൊക്കെ നോക്കിയേ. ഈ വണ്ടി കോലൊക്കെ വെച്ചിട്ട് വ്യൂ കണ്ട നിങ്ങൾ അപ്പുറത്തുള്ള മലയും കാര്യങ്ങളൊക്കെ. കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഈ കാടൊക്കെ കയറി ഇടക്കായിരുന്നു. വേറെ തന്നെ ഒരു വൈബ് കിട്ടും നമുക്ക്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാല് ബസ് തീരും. 100 രൂപയുണ്ട് ഷെയർ ടാക്സി എടുത്താൽ. ബസ്സാണെങ്കിൽ 50 രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ.
ഇനി ചിലപ്പോ ഇവര് പറയാഞ്ഞിട്ടാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഞാൻ അവിടെ നിന്നൊരു മലയാളം അറിയാവുന്ന ചേട്ടനെ കണ്ടപ്പോ പുള്ളി പറഞ്ഞതും ഈ ടൈം കഴിഞ്ഞു പോയി, ഇനി വരൂല, വെറുതെ സമയം കളയണ്ട, ടാക്സി പിടിച്ച് പൊക്കോന്ന് പറഞ്ഞു. സമയം നമുക്ക് മുഖ്യമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഷെയർ ടാക്സി എടുത്ത് പോവാന്ന് വിചാരിച്ചു. എൻ്റെ ലുക്കാണ്, ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ലുക്ക്. തണുപ്പ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. കാറെടുത്ത് പോയിക്കാനല്ലേ ആള് വെക്കും, അതാണ് പ്രശ്നം. ഞാൻ ഈ കാർ ഒഴിവാക്കണത്. ഭയങ്കര ഒച്ചപ്പാട്, ഒരു രക്ഷയില്ല, കുറെ നേരം ഭയങ്കര ഒച്ചപ്പാട്. പുറകില് ബസ് നടക്കണല്ലേ. ഷെയർ ടാക്സി ആയിട്ട് പറഞ്ഞ ടവേരയും സ്കോർപ്പിയോ, ഇത് ഇവരുടെ മെയിൻ വണ്ടികളാണ് രണ്ടെണ്ണം. ചവറ് പോലെ കിടപ്പുണ്ട് ഇവിടെ. പുള്ളി വിളിച്ചേറ്റനാണ്, ഓടി നടന്ന് വിളിച്ചേറ്റനാണ് ആൾക്കാരെ. ഇഷ്ടംപോലെ ടവേര നടണ്ട, സ്കോർപ്പിയോ തന്നെ ഉണ്ട്, ടവേര തന്നെ ഉണ്ട്. ഇതാണ് ഷവർലെറ്റിൻ്റെയും മഹീന്ദ്രയുടെയും മെയിൻ രണ്ട് വണ്ടികൾ ഇവിടെ കൂടുതലും കാണാനുള്ളത്. പിന്നെ ഇവിടെ വന്നുള്ള പ്രശ്നം ഏതാണ് ബസ് ഏതാണ് മറ്റേ ഓട്ടോ പോലത്തെ ആയിട്ട് ഒന്നും കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഈ ഷെയർ ടാക്സി എന്ന് പറയുന്ന സാധനം ഇഷ്ടം പോലെ ഇവിടെ കിടന്നുണ്ട്. അതാണ് ഇവിടുത്തെ മെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെൻറ് ബസ്സൊക്കെ ഒരു പരിധിക്ക് വരെയൊക്കെ ഉള്ളു. ലോങ്ങും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ബസ് യൂസ് ചെയ്യണ ആൾക്കാർ. ബാക്കിയെല്ലാം ഇങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കബാബാണ് അവിടുത്തെ മെയിൻ കാര്യം. ടൈം ഉണ്ടായാലും നമുക്ക് കഴിക്കായിരുന്നു, നമുക്കിപ്പോൾ ടൈമില്ല. ബസ് വരുമെന്ന് അറിയാൻ പാടില്ല, ഇനി അവരെന്നെ പറ്റിച്ചാണെന്ന് അറിയാൻ പാടില്ല. ബസ് ഒരാൾ വരും, വൈകും, നിനക്ക് നേരത്തെ വീട്ടിൽ ഇപ്പോൾ കൂടെ എന്ന് ചോദിച്ചു മലയാളി കണ്ടപ്പോൾ. നേരത്തെ വീട്ടിലെത്താൻ നോക്ക് അങ്ങനെ പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനും വിചാരിച്ചു എന്തിനാണ് സമയം കളയണം, ഷെയർ ടാക്സി എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഇടക്കാണെങ്കിൽ ഇന്ന് അറിയണമില്ല, ഈ സാധനം നിറഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് വണ്ടി എടുക്കുള്ളൂ. ഇത് അറിയണമില്ല, ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ട് കിട്ടണമില്ല പുള്ളിക്ക്. അങ്ങനെ കുറേ സമയം കൊണ്ട് നമുക്ക് നോക്കാം.